എന്നും ചോറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടല്ലേ വരല്, ഒന്ന് മാറ്റി പിടിച്ചേക്കാന്ന് വിചാരിച്ച് ഒന്ന് മാറ്റി എന്ന് പറഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. സമയം 12 മണിയായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇവർക്കൊക്കെ കൊടുത്തു. എന്നതിന് ശേഷം ഞാൻ പോയി തിരികെ കിടന്നുറങ്ങി. അപ്പം നമ്മുടെ പ്ലേറ്റിൽ ആദ്യമേ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അച്ചാറാണ്. അവർക്ക് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ടൊരു സ്ഥാനം കൊടുത്തേ പറ്റുള്ളൂല്ലോ. ഇത് ചിരട്ടപ്പുട്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് തേങ്ങ ചിരവാൻ മടിയായിരിക്കും, ചിലരുടെ വീട്ടിൽ തേങ്ങ ഉണ്ടാവില്ല. ഈ രണ്ടാൾക്കാർക്കും തേങ്ങ ഇല്ലാതെ എങ്ങനെ പുട്ട് ചുടാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇതാണ് ഇതെന്ന് വെച്ചാൽ പുട്ടിന് തേങ്ങ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കാരണം ചിരട്ടപ്പാത്രം ഉണ്ടല്ലോ, അതിൽ നമ്മൾ ചുടുക വെച്ചാൽ നമുക്ക് തേങ്ങ വേണ്ട. ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ തെങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഷോപ്പ് ഇപ്പം പോയാലും തേങ്ങ കിട്ടാറില്ല. അപ്പോൾ പിന്നെ ഞാൻ പുട്ട് എന്ന് പറയുന്നൊരു സാധനത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തിയതായിരുന്നു. അപ്പോഴാണ് മറ്റേ ചന്ദ്രികൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ, അപ്പോഴാണ് എൻ്റെ സഹോദരി പറഞ്ഞത് ചിരട്ടപ്പുട്ടിന് മറ്റേ തേങ്ങ വേണ്ടാന്ന്. അതെനിക്ക് വലിയൊരു അറിവായി. പിന്നീട് ഇവിടെ അങ്ങോട്ട് തലങ്ങും വിലങ്ങും പുട്ട, തലങ്ങും വിലങ്ങും പുട്ടും, തലങ്ങും വിലങ്ങും പുട്ടും. അപ്പം പുട്ടിൻ്റെ അപ്പം ചിക്കൻ കറി ഇല്ലെങ്കിൽ ഉമ്മക്ക് വിഷമാവൂലേ. അപ്പം പുട്ടിനതേ ചിക്കൻ കറി. പിന്നെ ആരോ എന്ന് പറയും തൊയ്ത്താലിനോ അവണം തൊയ്ത്താലി. പുട്ടിന് ചിക്കൻ കറി ഇല്ലെങ്കിൽ എന്താഘോഷം. പിന്നെ പുട്ടും കടലയാണ് കോമ്പിനേഷൻ. കുറവില്ല ഇവിടെയുണ്ട്. ഈ കടല നമ്മൾ ശരിക്കും കറിയായിട്ടല്ല കേട്ടോ ഇവിടെ ഉപയോഗിക്കാറ്. വെറുതെ ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടല ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാറ്. എന്നാ പിന്നെ പിള്ളേരങ്ങ് തിന്നുകയും ചെയ്യും. അരിടം പൊരിച്ച പപ്പടം. അപ്പം പുട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പുട്ടും ചിക്കനും ഉണ്ട്, പുട്ടിന് കടലക്കറിയുണ്ട്, പിന്നെ അച്ചാർ. അത് പിന്നെ എൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ട് പുട്ടൊക്കെ ചൂടാണെന്ന് ചോദിക്കട്ടോ. കടലക്കറിക്ക് ചൂടുണ്ട്, കാരണം കടലക്കറി ഞാനിപ്പോഴാണ് വറവിട്ടത്. അച്ചാറും പപ്പടവും. ഇവർക്ക് അരുണും പിള്ളേർക്കൊക്കെ രാവിലെ എണീറ്റാൽ ചായ കിട്ടിയില്ല. അപ്പം അവർക്ക് വത്തകാളി ഇളകുന്ന അറിയൂലേ, അതേപോലെ. ടേസ്റ്റ്. അപ്പൊ ചിരട്ടപ്പുട്ടിന് ഇത് വേണ്ട, തേങ്ങ. കണ്ണില്ല എങ്ങനെ വരിയായിട്ട് കിടക്കുന്നത്. ഒരാള് ഒന്നരൊക്കെ കഴിക്കുന്നു. പിന്നെ എൻ്റെ മകനും എൻ്റെ മകളും മക്കളുടെ കുട്ടണ മകനായതുകൊണ്ട് ചിലപ്പോൾ 2 3 മുളക് പോകും. അതുകൊണ്ടാണ് ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ പ്രിയനെ വെല്ലുവിളിച്ചത്, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നോക്കാമോ. അതെ, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നോക്കാമോ എന്ന് ചോദിച്ചാൽ കേട്ടോ ഞാൻ കേട്ടോ. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി പ്രിയനോട് നോക്കാമോ എന്ന് ചോദിച്ചത് രേണുസുതി ചോദിച്ചതിൻ്റെ അതിരല്ല കേട്ടോ. രേണുസുതി നിങ്ങൾ എൻ്റെ കുട്ടീനെ കൊണ്ടുപോയി ചിലവിന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിമിഷം മുന്നോട്ട് വന്നു. രേണുസുതി മക്കളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇന്നല്ല കേട്ടോ നിമിഷ ചേച്ചിയാ, വെറും ഫണി. അങ്ങനെയാണ് ഞാൻ പുട്ടും കടലയും ചിക്കനും പപ്പടവും അച്ചാറ് എല്ലാം കൂടി കൂട്ടി
ഒരു തട്ട് കേട്ടോ. ഓക്കെ വീണ്ടും ചിന്തിക്കും വരെ വണക്കം.